ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളമാണ്. മലയാളത്തിലെ നോവൽ, ആത്മകഥ, ബാക്കി 2 ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 20 മാർക്കിനാണ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏത്? പെടാത്ത കൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം എന്തായിരിക്കണം? ബോധധാരാ നോവലുകൾ ആയിരിക്കണ്ടേ? അപ്പോൾ എന്താണ് ബോധധാരാ നോവൽ എന്ന് അറിഞ്ഞാലല്ലേ നമുക്കിതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറ, എന്താണ് ബോധധാരാ നോവൽ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ബോധധാര എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരാളുടെ കാഴ്ചപ്പാടിലാണ്, ഒരു കഥാപാത്രത്തിൻ്റെ ബോധധാര കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോധധാര നോവലുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബാക്കിയെല്ലാം നമുക്കറിയില്ല. ചിലപ്പോൾ സ്വർഗ്ഗദൂതൻ, അരനാഴിക നേരം, മഞ്ഞ്, ഇവയൊക്കെ നമുക്ക് ഡൗട്ട് വരാം. പക്ഷേ ബാല്യകാലസഖി നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. അതൊരിക്കലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലല്ല, അല്ലേ? ഒരു കഥാകാരൻ തന്നെ പറയുന്ന പലരുടെയും കാഴ്ചപ്പാടും അവരുടെ സംസാരവും എല്ലാം വരുന്നില്ലേ? അപ്പോൾ എന്തായിരിക്കും ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി എന്ന് ചോദിച്ചുകൊണ്ട്? പെടുന്നത് അറിയാൻ നമ്മളും പെട്ടുപോയേനെ. പക്ഷേ എന്താണ് ഇവിടെ? പെടാത്ത കൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി, ബാല്യകാലസഖിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഈ സ്വർഗ്ഗദൂതൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യ ബോധധാരാ നോവലാണ് പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗ്ഗദൂതൻ എന്ന് പറയുന്നത്. ഇനി മഞ്ഞ് ആരുടേതാണ്? മഞ്ഞ് MTയുടേതാണ്. മഞ്ഞ്. അരനാഴിക നേരം ആരുടേതാണ്? പാറപ്പുറത്തിൻ്റെ പ്രശസ്തമായൊരു കൃതിയാണ് എന്തെന്ന് പറയുന്നത്? അരനാഴിക നേരം. അതായത് കുഞ്ഞോനാച്ചൻ എന്ന 90-കാരൻ വൃദ്ധൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ്? ഇവ മൂന്നും എന്താണ്? ബോധധാരാ നോവലുകളാണ്. സ്വർഗ്ഗദൂതനാണ് ആദ്യ ബോധധാരാ നോവൽ. ആരുടെയാണ്? പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗ്ഗദൂതൻ. 1958 ഈ കൃതി എഴുതിയിരിക്കുന്നത്. സോ 2023 ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഭിജാത്യഭ്രമം യാഥാർത്ഥ്യങ്ങളുടെ വിസ്മൃതിയിലേക്കും തന്മൂലം കൂടുതൽ തകർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയാവുന്ന ബഷീറിൻ്റെ കൃതി ഏതായിരിക്കും? അത് ആൻസർ വരുന്നത് എൻ്റെ ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പുസ്തക രൂപത്തിൽ പ്രസാധനം ചെയ്യപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ രചനയാണ് എന്ത്? പ്രേമലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കൃതിക്കും ഓരോ പ്രത്യേകതയുണ്ട്. എന്താണ് പ്രേമലേഖനത്തിൻ്റെ പ്രത്യേകത? പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ട ആദ്യ കൃതിയാണ്. അതേപോലെ തന്നെ എൻ്റെ ഉപ്പാപ്പക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ 1951 മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന സകല അന്ധവിശ്വാസങ്ങൾക്കുമുള്ളൊരു കടന്നാക്രമണമായിരുന്നു എൻ്റെ ഉപ്പാപ്പക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവൽ. അതായത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിരുന്ന സകല അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ, അതാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ബാല്യകാലസഖിയായിട്ട് നമുക്ക് എന്താണ് പ്രത്യേകത? ഈ പ്രേമലേഖനത്തിൽ എന്താണ്? കേശവൻ നായരുടെയും സാറാമ്മയുടെയും പ്രേമമാണ് പ്രതിപാദ്യം. എന്താണ്? കേശവൻ നായരുടെയും. അപ്പോൾ കേശവൻ നായർ, സാറാമ്മ ഏതിലെ കഥാപാത്രങ്ങളാണ്? പ്രേമലേഖനം, ബഷീറിൻ്റെ പ്രേമലേഖനം. ബാല്യകാലസഖിയിലെ കഥാപാത്രങ്ങൾ ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? മജീദും സുഹറയുമാണ് ബാല്യകാലസഖിയിലെ കഥാപാത്രങ്ങൾ. അതായത് അവരുടെ ബാല്യമുണ്ട്, പ്രണയമുണ്ട്, അവരുടെ വിരഹം, വേദന എന്നിവയെല്ലാമാണ് എന്ത് പറയുന്നത്? ബാല്യകാലസഖിയിൽ. അപ്പോൾ എന്താണ് മതിലുകളുടെ പ്രത്യേകത? മതിലുകൾ എന്ന് പറയുന്നത് ബഷീറിൻ്റെ ജയിൽ അനുഭവങ്ങളായിരുന്നു മതിലുകൾ എന്ന കൃതിയിലെ മെയിൻ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയെന്ന കുറ്റത്തിന് ബഷീറിനെ തടവിലാക്കപ്പെടുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജയിൽ അനുഭവങ്ങളാണ് അദ്ദേഹം മതിലുകൾ എന്ന കൃതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേശവൻ്റെ വിലാപങ്ങൾ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ, M മുകുന്ദൻ്റെ കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ. എന്താണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാണ് ആര്? എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ 2003 M മുകുന്ദനെ വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് ഏത്? കേശവൻ്റെ വിലാപങ്ങൾ. 2003 വയലാർ അവാർഡിന് അർഹമായ കൃതിയാണ് ഏത്? കേശവൻ്റെ വിലാപങ്ങൾ. അതേപോലെ EMSനെ കുറിച്ച് പരാമർശിക്കുന്ന M മുകുന്ദൻ്റെ നോവലാണ് എന്ത്? കേശവൻ്റെ വിലാപങ്ങൾ. അപ്പോൾ എന്താണ് ആ കേശവൻ്റെ വിലാപങ്ങൾ എന്ന കൃതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ഒന്ന്, 2003 വയലാർ അവാർഡ് നേടിയ കൃതിയാണ്. EMSനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് M മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ. പിന്നെയുള്ളത് ഏതാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നവരാണ് M മുകുന്ദനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാരി പോട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ലൂയിസ് കരോൾ, JK റൗളിംഗ്, RL സ്റ്റീവൻസൺ, ജോനാഥ് സ്വിഫ്റ്റ്. ആരാണ്? JK റൗളിങ്ങിൻ്റെയാണ്. ഇത് LP സ്കൂൾ ടീച്ചർ 2010 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണിത്.
ഇനി ലൂയിസ് കരോൾ എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഏത്? ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പ്രശസ്തമായ കൃതി രചിച്ചതാണ് ലൂയിസ് കരോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിതേപോലെ കുറച്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ വരും? അന്ന കരീന ആരാണ് അതിൻ്റെ സൃഷ്ടാവ്? അത് ലിയോ ടോൾസ്റ്റോയുടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? ലിയോ ടോൾസ്റ്റോയ്, അന്ന കരീന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൗഗ്ലി ആരുടെയാണ്? മൗഗ്ലി നമ്മുടെ റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെയാണ് മൗഗ്ലി എന്ന് പറയുന്നത്. മിക്കി മൗസ് ആരുടെയാണ്? അത് വാൾട്ട് ഡിസ്നിയാണ്. മിക്കി മൗസ് ആണ് വാൾട്ട് ഡിസ്നി. ഓക്കെ. അതേപോലെ ഡ്രാക്കുള ആരുടെയാണ്? ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? ബ്രാം സ്റ്റോക്കർ ആണ് ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. അങ്ങനെ കുറേ ഉണ്ട്. ജെയിംസ് ബോണ്ട് ആരുടെയാണ്? ഇയാൻ ഫ്ലെമിങ്ങിൻ്റെയാണ് ജെയിംസ് ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഷെർലക് ഹോംസ്, അതൊക്കെ നമുക്കറിയാം. ഷൈലോക്ക്, അതേപോലെ കോഡീലിയ, മോണ, ഏരിയൽ, അങ്ങനെ കുറേ പേരുണ്ട്. അതൊക്കെ ആരുടെയാണ്? ഷേക്സ്പിയറിൻ്റെയാണ്. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളും മെയിനായിട്ടുള്ള ഇതേപോലെ അന്താരാഷ്ട്രമായിട്ട് വരുന്ന കഥാപാത്രങ്ങളും അത് സൃഷ്ടിച്ചവരുടെയും പേര് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കൊണ്ട് പോകുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുൻപേ പറക്കുന്ന പക്ഷികളുടെ കർത്താവാര്? ഇത് എൽ പി സ്കൂൾ UP 2005 ചോദിച്ചതാണ്. പക്ഷേ എങ്കിലും നമുക്കൊന്ന് നോക്കി വയ്ക്കാം. മുൻപേ പറക്കുന്ന പക്ഷികൾ ആരുടെയാണ്? സി രാധാകൃഷ്ണൻ്റെയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. 1990 വയലാർ അവാർഡ് ഉൾപ്പെടെ 7 പ്രമുഖ പുരസ്കാരങ്ങൾക്ക് അർഹമായ കൃതിയാണ് ഏത്? മുൻപേ പറക്കുന്ന പക്ഷികൾ. അപ്പോൾ ആ കൃതിക്ക് എന്താണ് പ്രത്യേകതയുണ്ട്? മുൻപേ പറക്കുന്ന പക്ഷികൾ ആരുടെയാണ്? സി രാധാകൃഷ്ണൻ്റെയും 7 അവാർഡുകൾ നേടിയ കൃതിയാണിത്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കുറച്ച് കൃതികൾ ഏതൊക്കെയാണ്? മെയിനായിട്ട് വരുന്നതാണ് യക്ഷി, അതേപോലെ വേരുകൾ, പിന്നെ എന്താണ് യന്ത്രം, പിന്നെ എൻ്റെ സർവീസ് സ്റ്റോറി, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ അടുത്തതാരാണ്? MT വാസുദേവൻ നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പൂതൂറിൻ്റെ മെയിനായിട്ടുള്ള കുറച്ചാണ് ബലിക്കല്ല്, അതേപോലെ തന്നെ ആനപ്പക, കംസൻ, ഇതൊക്കെ ആരുടെയാണ്? ഉണ്ണികൃഷ്ണൻ പൂതൂറിൻ്റെ കൃതികളാണ്. ഓക്കെ. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കുറച്ച് കൃതികളെന്ന് പറയുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിൻ്റെ കൃതിയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. ആലാഹയുടെ പെൺമക്കൾ ആരുടെയാണ്? സാറാ ജോസഫിൻ്റെ. അതേപോലെ എണ്ണപ്പാടം NP മുഹമ്മദ്. അതേപോലെ നെല്ല് ആരുടെയാണ്? നെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പി വത്സലയാണ്. ഇടയ്ക്ക് അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അപ്പോൾ പി വത്സലയുടെയാണ് നെല്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ്? ഏത് നോവലിലെയാണ്? ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. എന്താണ് മാർത്താണ്ഡവർമ്മ എന്ന കൃതിയുടെ പ്രത്യേകത? അത് ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. അതേപോലെ മറ്റു പ്രത്യേകതകൾ എന്താണ്? ആരാണത്? സിനിമയാക്കിയ ആദ്യ നോവലാണ് മാർത്താണ്ഡവർമ്മ. പിന്നെന്താണ്? ആരാണ് മാർത്താണ്ഡവർമ്മയുടെ രചയിതാവെന്ന് പറയുന്നത്? CV രാമൻ പിള്ളയുടെ കൃതിയാണ് ഏത്? മാർത്താണ്ഡവർമ്മ. അതേപോലെ തന്നെ മലയാളത്തിൻ്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ളയുടെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? ധർമ്മരാജ, രാമരാജ ബഹദൂർ, ഇതൊക്കെ ആരുടെയാണ്? CV രാമൻ പിള്ളയാണ്. മലയാളത്തിൻ്റെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചരിത്ര നോവലാണ് ഏത്? മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യ നോവലും ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കേണ്ടത് നാലുകെട്ടിലെ പ്രധാന കഥാപാത്രമാരാണ്? നാലുകെട്ടിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുണ്ണി. MTയുടെ നാലുകെട്ടിലെ പ്രധാന കഥാപാത്രം അപ്പുണ്ണിയാണ്. ഇനി അവകാശികൾ ആരാണ് രചിച്ചത്? അവകാശികൾ ആരുടെയാണ്? നമ്മുടെ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MK മേനോൻ്റെയാണ് അവകാശികൾ. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? രാജിയും കൃഷ്ണനുണ്ണിയുമാണ് അവകാശികളിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇനി മഞ്ഞ ആരുടെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, MTയുടെ ഒരു ബോധധാരാ നോവലായിരുന്നു മഞ്ഞെന്ന് പറയുന്നുണ്ട്. ആരാണ്? വിമലയും അമർസിംഗുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. വിമല, അമർസിംഗ്, അവർ രണ്ടുപേരുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഓക്കെ. ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത്?
ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ്. ഓപ്ഷൻ സി ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂർ ഹൃദയരാഗങ്ങൾ. എൻ്റെ കഥ മാധവിക്കുട്ടി. കർമ്മഗതി ആരുടേതാണ്? MK സാനുവിൻ്റേതാണ് കർമ്മഗതി. ഓർമ്മകളുടെ ലോകത്തിൽ ആരുടേതാണ്? P കേശവദേവിൻ്റെയാണ് ഓർമ്മകളുടെ ലോകത്തിൽ. അപ്പം ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. എൻ്റെ കഥ മാധവിക്കുട്ടി. കർമ്മഗതി MK സാനു. ഓർമ്മയുടെ ലോകത്തിൽ P കേശവദേവ്. NN പിള്ളയുടെ ആത്മകഥ ഏത്? NN പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എന്നത്. ഞാൻ. ഓർമ്മകളുടെ ലോകത്ത് ആരുടേതാണ്? P കേശവദേവ്. നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ, P കേശവദേവാണ് ഓർമ്മയുടെ ലോകത്ത്. എൻ്റെ ജീവിതകഥ ആരുടേതാണ്? AK ഗോപാലൻ്റെയാണ് എൻ്റെ ജീവിതകഥ. ജീവിത സമരം ആരുടേതാണ്? C കേശവൻ്റെയാണ് ജീവിത സമരം. ഓർമ്മകളുടെ ലോകത്ത് P കേശവദേവ്, ജീവിത സമരം C കേശവൻ, എൻ്റെ ജീവിതകഥ AKG. വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാം, അഗ്നിച്ചിറകുകൾ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓർമ്മയുടെ തീരങ്ങൾ ആരുടേതാണ്? ഓർമ്മയുടെ തീരങ്ങൾ എന്ന് പറയുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. ഓർമ്മയുടെ തീരങ്ങൾ തകഴിയുടേതാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടേതാണ്? G ശങ്കരക്കുറുപ്പിൻ്റേതാണ് ഓർമ്മയുടെ ഓളങ്ങൾ. ഓർമ്മക്കുറിപ്പുകൾ ആരുടേതാണ്? ഓർമ്മക്കുറിപ്പുകൾ അജിതയുടേതാണ്. ഓർമ്മയുടെ അറകൾ ആരുടേതാണ്? ഇവിടെ ഓർമ്മയുടെ തീരങ്ങൾ തകഴിയുടേത്. ഓർമ്മയുടെ ഓളങ്ങൾ G ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ആരുടേതാണ്? അത് ബഷീറിൻ്റേതാണ്. അതേപോലെ ഒളിവിലെ ഓർമ്മകൾ ആരുടേതാണ്? തോപ്പിൽ ബാസിയുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. M മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണല്ലേ, കേശവൻ്റെ വിലാപങ്ങളാണ് M മുകുന്ദന് എന്ത് നേടിക്കൊടുത്തത്? വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്തത്. അതേപോലെ തന്നെ കേശവൻ്റെ വിലാപങ്ങൾ എന്തായിരുന്നു? EMSൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കിയാണ് രചിച്ചത്? ഏതാണ് ഉലക്ക? പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉലക്ക രചിച്ചത്. P കേശവദേവിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കേശവപിള്ള. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് എന്താ? ഓടയിൽ നിന്നാണ് ആദ്യ നോവൽ. അതേപോലെ 1964 അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി വേറെയും കുറച്ച് നോവൽസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പുന്നപ്ര വയലാർ സമരത്തെ ഉഷ്ണരാശിയുണ്ട്. ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്നത് പുന്നപ്ര വയലാർ സമരത്തെ അടിസ്ഥാനമാക്കി KV മോഹൻകുമാർ രചിച്ച കൃതിയാണ്. KV മോഹൻകുമാറാണ് ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം എന്നത്. അതേപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി രചിച്ച കൃതിയാണ് ഏത്? തകഴി തലയോട്. ഇനി കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന രചിച്ച നോവലാണ് ഏത്? ചിരസ്മരണ ആരുടേതാണ്? നിരഞ്ജന. കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി എഴുതിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? സമ്പർക്ക ക്രാന്തി കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. അത് V ഷിനിലാലാണ്. അതായത് പ്രഥമ കാരൂർ സ്മാരക പുരസ്കാര ജേതാവാണ് ആര്? ഷിനിലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ആദ്യ മലയാള നോവലാണ് എന്നത് സമ്പർക്ക ക്രാന്തി. ഇതിന് കറണ്ട് അഫെയർ ആയിട്ട് വരും. കാര്യം ഇത് 2022 കേരള സാഹിത്യ അക്കാദമി മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് V ഷിനിലാലാണ്. നമ്മുടെ എന്താണ് തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ, അതായത് തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ആദ്യ നോവലാണ് എന്തെന്ന് പറയുന്നത്? സമ്പർക്ക ക്രാന്തി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. കരിമ്പനപ്പട്ടകളിൽ കാറ്റുപിടിക്കുന്ന പോലെ ഞാൻ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഏത് കൃതിയുടെ ആമുഖത്തിലാണ്? നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസം, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആമുഖമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കരിമ്പനപ്പട്ടകളിൽ കാറ്റുപിടിക്കുന്ന പോലെ ഞാൻ ചിലതിൽ നഷ്ടപ്പെടുന്നു.
രണ്ടാം ഊഴം ആരുടേതാണ്? രണ്ടാം ഊഴം MT-യുടേതാണ്. ആടുജീവിതം ആരുടേതാണ്? ബെന്യാമിൻ. മതിലുകൾ ആരുടേതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ബഷീറിൻ്റെ ജയിൽ അനുഭവങ്ങളായിരുന്നു മതിലുകൾ. മീശ എന്ന നോവൽ രചിച്ചത്? മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? എസ് ഹരീഷാണ്. എസ് ഹരീഷാണ് മീശ എന്ന നോവൽ രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ് എന്ത്? രസവിദ്യയുടെ ചരിത്രം. രസവിദ്യയുടെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മീശ എന്ന് പറയുന്ന ഈ പുസ്തകം എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അതാരാണ്? മസ്റ്റാഷ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നുണ്ട്. അത് ജയശ്രീ കളത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. 2020 25 ലക്ഷം രൂപ പുരസ്കാരമായ JCB പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഏത്? ഈ മീശ എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക്. അപ്പോൾ ആരാണത്? മസ്റ്റാഷ് എന്ന ജയശ്രീ കളത്തിലാണ്. മീശ എന്ന നോവൽ ആരുടേതാണ്? എസ് ഹരീഷിൻ്റേതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മസ്റ്റാഷിനാണ് എന്ത് ചെയ്യുന്നത്? JCB പുരസ്കാരം. ഏത് വർഷം? 2020 JCB പുരസ്കാരം ലഭിക്കുന്നത്. അതേപോലെ 2022 വയലാർ പുരസ്കാരവും എന്തിന് ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്? 2022 വയലാർ പുരസ്കാരം, 2019 മികച്ച നോവലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മീശ എന്ന നോവലിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മീശ എന്ന നോവൽ എസ് ഹരീഷിൻ്റേതാണ്. അതിൻ്റെ ട്രാൻസ്ലേഷനായ മസ്റ്റാഷ്, അത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് ഹരീഷിന്. ജയശ്രീ കളത്തിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എസ് ഹരീഷിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് രസവിദ്യയുടെ ചരിത്രം. 2022 46ാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അതേപോലെ 2019 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തു മേനോൻ്റെ നോവലുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ചന്തു മേനോൻ്റെ നോവലുകൾ: കുന്തലത, ഇന്ദുലേഖ, മീനാക്ഷി, ശാരദ. ഏതൊക്കെയായിരിക്കും? ഇന്ദുലേഖ ഉണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാമോ? ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന് നമ്മൾ പഠിച്ചു വെക്കുന്നത്. പിന്നെ ഏതാണ്? ശാരദ. ശാരദയും ഇദ്ദേഹത്തിൻ്റെതാണ്. ശാരദ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? 2ഉം 4ഉം മാത്രം. ഓപ്ഷൻ ഡി, 2ഉം 4ഉം മാത്രം. ഇനി എന്തൊക്കെയാണ്? കുന്തലത ആരുടേതാണ്? അപ്പു നെടുങ്ങാടിയുടേതാണ് കുന്തലത. മലയാളത്തിലെ ആദ്യ നോവലാണ് എന്ത്? അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. ഇന്ദുലേഖയുടെ പ്രത്യേകത എന്താണ്? ആദ്യ ലക്ഷണമൊത്ത നോവല്. മീനാക്ഷി ആരുടേതാണ്? ചെറുവലത്ത് ചാത്തു നായരുടേതാണ് മീനാക്ഷി എന്ന കൃതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? തിളച്ച മണ്ണിൽ കാൽനടയായി, ഇതാണ് ആത്മകഥയുടെ പേര്. ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടേതാണ്? പുതുശ്ശേരി രാമചന്ദ്രൻ്റേതാണ് തിളച്ച മണ്ണിൽ. ഇത് കറണ്ട് അഫെയർ ആണ്. കാര്യം ഇദ്ദേഹം അടുത്തിടെ അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? മലയാള കവിതയിലെ പടപ്പാട്ടുകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? പടപ്പാട്ടുകാരൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലുണ്ടായ ആദ്യ ചെറുകഥ ഏത്? ആദ്യ ചെറുകഥയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ്റെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്? ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. ഇവിടെ നോക്കിക്കേ, ഇവിടെ മൂന്നാമത്തെ, ഇവിടുത്തെ ഓപ്ഷനാണ് ഇവിടെയാണ് നോക്കേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വെള്ളപ്പൊക്കത്തിൽ ആരുടേതാണ്? തകഴി ശിവശങ്കരപ്പിള്ളയുടേതാണ് വെള്ളപ്പൊക്കത്തിൽ. ശബ്ദിക്കുന്ന കലപ്പ ആരുടേതാണ്? അത് പൊൻകുന്നം വർക്കിയുടേതാണ് ശബ്ദിക്കുന്ന കലപ്പ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടേതാണ്? ടി പത്മനാഭൻ്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഏതാണ്? വിഡ്ഢികളുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഏകാന്ത പതികൻ, ഓർമ്മക്കുറിപ്പ്. ഏതാണ്? അത് ഏകാന്ത പതികനാണ് ബഷീറിൻ്റെ ചെറുകഥകളിൽ പെടാത്തതായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ചെറുകഥകളാണ് ഏതൊക്കെ? വിശപ്പ്, അതേപോലെ ആനപ്പൂട, തേന്മാവ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ്. നീല വെളിച്ചം ഈ ഇടയ്ക്ക് ടൊവിനോൻ്റെ മൂവിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നീല വെളിച്ചം, ഇതൊക്കെ ബഷീറിൻ്റെ ചെറുകഥകളാണ്. ഈ ബഷീർ ആദ്യമായിട്ട് പത്രങ്ങളിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ആ പത്രത്തിൻ്റെ പേരാണ് എന്ത്?
ഉജ്ജീവനം. ഉജ്ജീവനം എന്ന പത്രത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതി എന്ന് പറയുന്നത്. പ്രഭ എന്ന തൂലികാനാമത്തിലാണ് ഇദ്ദേഹം ആദ്യമായി കഥകൾ എഴുതിയിരുന്നത്. അതായത് പ്രഭ എന്ന തൂലികാനാമം ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടേതാണത്? ബഷീറിൻ്റേതാണ്. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കഥാകാരനായ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം അച്യുതവാര്യർ. ആരുടേതാണ്? ജീവിതരസങ്ങൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? മഞ്ജുതരം എന്ന് പറയുന്നത് ഒരു ആത്മകഥയാണ്. ആരുടേതാണ്? കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയാണ് എന്തെന്നറിയപ്പെടുന്നത്? മഞ്ജുതരം എന്നറിയപ്പെടുന്നത് ഹൈദരലിയുടെ. അതായത് കഥകളി സംഗീതത്തിൻ്റെ അദ്ദേഹം കഥകളി സംഗീതത്തിൻ്റെ ഗാനലാപന ശൈലി കൊണ്ടും ഉച്ചാരണ സ്ഫുടത കൊണ്ടും വേറിട്ട് നിന്നിരുന്നൊരു കലാകാരനാണ് ആര്? ഹൈദരലി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി കുറച്ച് ആത്മകഥകൾ നോക്കാം. തുടിക്കുന്ന താളുകൾ ആരുടേതാണ്? തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടേതാണ്. തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ. അതേപോലെ നേരത്തെ പറഞ്ഞു ഞാൻ ആരുടേതാണ്? ഞാൻ എന്ന ആത്മകഥ എഴുതിയത് NN പിള്ളയാണ്. ഇനി അറിയേണ്ടത് ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥ എഴുതിയ കുറേ ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് അറിയാവോ? EMS ഉണ്ട്, നമ്മുടെ ഗൗരിയമ്മയുണ്ട്, മൊയ്യാരത്ത് ശങ്കരൻ, സർദാർ KM പണിക്കർ, പിന്നെ ആരാണ്? അന്ന ചാണ്ടി. ഇവരൊക്കെ എന്താണ്? ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥ എഴുതിയ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ടോപ്പിക്ക് മറന്നിട്ടില്ല. 20 മാർക്ക് അല്ലെങ്കിൽ 25 മാർക്കായിട്ട് ഞാൻ ഫിസിക്സിൻ്റെ ടോപ്പിക്ക് റെഡിയാക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. LP UP പഠിക്കുന്നവരായിക്കോട്ടെ, LDC പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എത്തിക്കുക. താങ്ക്